മാറി ചിന്തിക്കാൻ ഒന്നുമില്ലാതെ ഇടതിനോട് എക്കാലവും ചേർന്ന് നിന്നിരുന്ന മണ്ഡലം എന്നാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം അറിയപ്പെട്ടിരുന്നത്. EMS നമ്പൂതിരിപ്പാട് പോലും മത്സരിച്ച ആലത്തൂരിന് എന്നും കട്ട ചുവപ്പ് തന്നെയായിരുന്നു നിറം. പാലക്കാട് ജില്ലയിൽ ഉൾപ്പെട്ട തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി നിയോജക മണ്ഡലങ്ങൾ ചേർന്നതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം. ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒറ്റപ്പാലം മണ്ഡലമാണ് പിന്നീട് ചെറിയ മാറ്റങ്ങളോടെ ആലത്തൂർ മണ്ഡലമായി രൂപാന്തരപ്പെട്ടത്. ഇടത് വിരുദ്ധ വികാരം നിലനിന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ ഉണ്ടായതിനേക്കാൾ വലിയ അട്ടിമറിയാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ ഉണ്ടായത്. കോഴിക്കോട് നിന്ന് സാധാരണക്കാരിയുടെ പരിവേഷവുമായി എത്തിയ രമ്യ ഹരിദാസ് എന്ന പെങ്ങളൂട്ടി ആലത്തൂരിൽ പാട്ടും പാടിയാണ് കഴിഞ്ഞ തവണ ജയിച്ചു കയറിയത്. രമ്യ ഹരിദാസ് പാട്ടും പാടി വിജയിച്ചപ്പോൾ CPMന് ആലത്തൂരിലെ തോൽവി ഹൃദയം പിളർക്കുന്നതായി മാറി. പാർട്ടിക്ക് അത്രത്തോളം പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ 52% വോട്ട് നേടിയാണ് രമ്യ വിജയിച്ചത്. ആലത്തൂർ മണ്ഡലം രൂപീകരിച്ച ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും CPM സ്ഥാനാർത്ഥിയായി എത്തിയ PK ബിജു തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭയിലേക്കായാലും CPMന് അപ്രമാദിത്വമുള്ള മണ്ഡലമായിരുന്നു ഇത്. രാഹുൽ ഗാന്ധിയുടെ നോമിനി എന്ന നിലയിൽ കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രമ്യ ഹരിദാസ് 2019 ആലത്തൂരിലേക്ക് എത്തിയപ്പോൾ വെല്ലുവിളി മറികടക്കാനാകുമെന്നായിരുന്നു CPMൻ്റെ പ്രതീക്ഷ. എന്നാൽ ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടിറങ്ങിയ ബിജുവിന് പാർട്ടി പ്രവർത്തകരുടെ യാതൊരു പിന്തുണയും ലഭിച്ചിരുന്നില്ല. 2009 20,960 വോട്ടിനും 2014 37,000 വോട്ടിനും വിജയിച്ച ബിജുവിനെ 1.5 ലക്ഷത്തിലധികം വോട്ടിന് പരാജയപ്പെടുത്തി രമ്യ ചരിത്രം സൃഷ്ടിച്ചു. പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്, ഫ്രഷായി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നയാളാണ് എന്നൊക്കെയുള്ള ഒരു ഇമേജും രമ്യയ്ക്ക് അന്നുണ്ടായിരുന്നു. ഇടത് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ആലത്തൂരിലെ പതിവ് കോഴിക്കോട് നിന്ന് പാട്ടും പാടിയെത്തിയ രമ്യ ഹരിദാസ് അക്ഷരാർത്ഥത്തിൽ തെറ്റിക്കുകയായിരുന്നു. പെങ്ങളൂട്ടി എന്ന പേരിൽ ആലത്തൂരിൽ മുഴുവൻ രമ്യ നിറഞ്ഞപ്പോൾ നാട്ടുകാരും കൂടെ ചേർന്നു. അങ്ങനെയാണ് 2019 ഭൂരിപക്ഷം 1.5 ലക്ഷത്തിന് മേലെ എത്തിയത്. ചെറിയ തോൽവിയാണെങ്കിൽ അതൊന്ന് പ്രവർത്തകരൊക്കെ താങ്ങി നിർത്തിയേനെ. ഇത് ഒരു 1.5 തോൽവിയായിപ്പോയി. അതായത് 1.5 ലക്ഷം വോട്ടിൻ്റെ തോൽവി. ഇതറിഞ്ഞപ്പോൾ ആലത്തൂർ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വരെ ശരണം വിളിച്ചുപോയി എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാനായി CPM സംസ്ഥാനത്തെ ഏറ്റവും ജനകീയനായ മന്ത്രിയെ തന്നെ കളത്തിലേക്ക് ഇറക്കി. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്നിട്ടും കുത്തക മണ്ഡലത്തിൽ ചെങ്കൊടി പാറിക്കാനായി ദേവസ്വം പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണനെ രംഗത്തിറക്കുകയായിരുന്നു. മന്ത്രി മത്സരിച്ചാൽ വിജയിക്കുമെന്നുള്ള പാർട്ടിക്കുള്ളിലെ പൾസാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമായത്. CPMൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മന്ത്രിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. അദ്ദേഹം MP ആയാൽ ചേലക്കരയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജുവിനെ വിജയിപ്പിക്കാമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടിയും 2 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ വേണമെങ്കിൽ ജയിക്കാമെന്ന് CPM കണക്ക് കൂട്ടുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ രമ്യയ്ക്ക് വലിയ സ്വീകാര്യത ഇത്തവണയില്ല. 2 ജില്ലകളിലെയും കോൺഗ്രസ് നേതൃത്വത്തിന് രമ്യയോട് താല്പര്യമില്ലെന്നാണ് മനസ്സിലാകുന്നത്. MP എന്ന നിലയിൽ രമ്യയുടെ പ്രവർത്തനം തൃപ്തികരമായതിനാൽ അണികൾ പിന്തുണയുമായി കൂടെ നിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് ഒറ്റപ്പാലം മണ്ഡലമായിരുന്നപ്പോൾ 1991 KR നാരായണനിലൂടെ അവസാനിച്ചതാണ് UDF യുഗം. കോച്ചേരിൽ രാമൻ നാരായണൻ എന്ന KR നാരായണനെ MPയും കേന്ദ്രമന്ത്രിയുമൊക്കെയാക്കി ഉയർത്തിയ മണ്ഡലമായിരുന്നു ഇത്. അദ്ദേഹം പിന്നീട് ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമൊക്കെയായി മാറിയെന്നത് ചരിത്രം. 3 തവണ MP ആയ KR നാരായണന് ശേഷം 1993 ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച RK ബാലകൃഷ്ണനെ ഒറ്റപ്പാലം NSS കോളേജിലെ വിദ്യാർത്ഥിയായ S ശിവരാമൻ അന്ന് പരാജയപ്പെടുത്തി. അതിനുശേഷം 4 തവണ CPM നേതാവായിരുന്ന S അജയകുമാർ
ഒറ്റപ്പാലത്ത് നിന്ന് വിജയിച്ചു. ഒറ്റപ്പാലം ആലത്തൂർ മണ്ഡലമായപ്പോൾ 2 തവണ ജയിച്ച CPMലെ യുവ നേതാവ് PK ബിജുവിൻ്റെ ഹാട്രിക് മോഹങ്ങളാണ് കഴിഞ്ഞ തവണ രമ്യ തല്ലി തകർത്തത്. KR നാരായണന് ശേഷം ആ മണ്ഡലത്തിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. കർഷകരും കർഷക തൊഴിലാളികളും ഏറ്റവും അധികമുള്ള മണ്ഡലമാണ്. കാർഷിക മേഖല ഉൾപ്പെട്ട മണ്ഡലത്തിൽ സർക്കാർ വിരുദ്ധ വികാരവുമുണ്ട്. നെല്ലിൻ്റെ വില കൊടുക്കുന്നില്ല എന്നതടക്കം കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ബുദ്ധിമുട്ടുകളുമെല്ലാം മന്ത്രിസഭയിലെ അംഗമായ K രാധാകൃഷ്ണന് പ്രതികൂലമാകുമെന്നാണ് UDFൻ്റെ അവകാശവാദം. കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിയ ഏക വനിത എന്ന നിലയിൽ രമ്യ ഹരിദാസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അത്തരം ഒരു അനുകൂല ഘടകം ഇത്തവണ ഇല്ല എന്നത് രമ്യയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മാത്രമല്ല, മന്ത്രിയായ K രാധാകൃഷ്ണൻ മാന്യനായ ഒരു CPM നേതാവാണ്. അദ്ദേഹത്തിന് മുന്നിൽ രമ്യയ്ക്ക് പിടിച്ചു നിൽക്കാനാവുമോ എന്ന കാര്യത്തിലും കോൺഗ്രസ് നേതാക്കൾക്ക് സംശയമുണ്ട്. ഇടതുകോട്ടയായ ആലത്തൂരിനെ വീണ്ടും ചുവപ്പിച്ച് രമ്യ ഉണ്ടാക്കിയ മുറിവ് ഉണക്കുകയാണ് CPM ഇത്തവണ ലക്ഷ്യമിടുന്നത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചേലക്കര മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനാണ് K രാധാകൃഷ്ണൻ. കൂടാതെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇന്നേ വരെ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത നേതാവ് കൂടിയാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കൈവന്ന ഇടതുകോട്ട കയ്യിൽ നിന്ന് ചോരാതെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. പാട്ടുപാടാൻ മാത്രമല്ല, പാർലമെൻറ്റിൽ നന്നായി സംസാരിക്കാനും അറിയാവുന്ന കുട്ടിയാണ് രമ്യ എന്ന സാധാരണക്കാരായ ആലത്തൂരുകാരുടെ സാക്ഷ്യപ്പെടുത്തലിലാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ LDFന് 20,000-ലധികം ഭൂരിപക്ഷം ലഭിച്ച നിയമസഭാ മണ്ഡലങ്ങളാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മണ്ഡലം വീണ്ടും ഇടതുകോട്ടയാക്കാമെന്നാണ് CPMൻ്റെ വിലയിരുത്തൽ. എന്തായാലും അത്രമേൽ ഇടതിനോട് ചേർന്ന് നിന്ന ആലത്തൂരിലെ കാറ്റ് ഇത്തവണ ആർക്കാണ് അനുകൂലമാവുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.